നമസ്കാരം. ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട് US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലാണ്. കർക്കിടകവാവ് ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ബലിതർപ്പണത്തിനെത്തിയത്. നമുക്കതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് എന്ന് കമ്മിറ്റിയുടെ ഭാരവാഹികളോടും പിന്നെ ദേവസ്വം കമ്മിറ്റി ഭാരവാഹികളോടൊക്കെ നമുക്ക് ചോദിക്കാം. തിരുമറ്റക്കോട് ശ്രീ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ കർക്കിടക ബലിതർപ്പണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4000-ൽ പരം ആളുകൾ ഇപ്പോൾ ബലിതർപ്പണം ചെയ്തു കഴിഞ്ഞു. അവർക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാവരും തന്നെ വളരെ സഹകരണത്തോടു കൂടി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, പഞ്ചായത്ത് അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇവിടെ നല്ല രീതിയിൽ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കുള്ള എല്ലാ സൗകര്യവും പ്രഭാത ഭക്ഷണവും ഞങ്ങൾ ഇതിനോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. തുടർന്നും എല്ലാ ദിവസവും തന്നെ ഇവിടെ തർപ്പണം ചെയ്യുന്നവർക്ക് പ്രഭാത ഭക്ഷണം കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ദിവസവും തന്നെ ഒരു 500 പേരോളം ഏകദേശം വരാറുണ്ട്. ഇന്ന് കൂടുതൽ കർക്കിടകവാവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ആളുകൾ ഇന്ന് വന്നിട്ടുണ്ട്. 4000-ൽ പരം ആളുകളാണ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ പുതിയ മാനേജർ അല്ലേ? അതെ അതെ. സാറിന്റെ പേരെന്താ? എൻ്റെ പേര് അനിലാണ്. അനിൽ അല്ലേ? എവിടെയാ വീട്? എവിടെ? വീട് അടുത്ത് തന്നെയാണ്, വരവൂർ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇവിടെ ഈ ക്ഷേത്രത്തിൽ മുമ്പുണ്ടായിട്ട് തോന്നുന്നു അല്ലേ? ഉണ്ടായില്ലേ? ഓക്കെ. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ക്ഷേത്രം ഇപ്പോൾ ഒരുപാട് വികസന പാതയിലാണല്ലോ അല്ലേ? എന്തൊക്കെയാണ് ഇനിയിപ്പോൾ സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? അല്ലേ, നമ്മുടെ ഇപ്പോൾ പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഒരു ഇതുണ്ട്. കാരണം ഈ ബലിതർപ്പണത്തോടനുബന്ധിച്ച് അപൂർവമായ തിരക്കാണ് ഇപ്പോൾ ഓരോ വർഷം ഇവിടെ വരുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യം പൂർണ്ണതോതിൽ ഇപ്പോഴും ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ കടവുകളൊന്നും കൂടി വിസ്തീർണമാക്കലും അതിനോട് ബന്ധപ്പെട്ട കുറേ പരിപാടികൾ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കമ്മിറ്റി അതിന്റെ സജീവ പ്രവർത്തനങ്ങളിലാണ്. ഇനി ഭാവിയിൽ ഇതിലും കൂടുതൽ സൗകര്യത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഇടയിൽ ഒരു കഷ്ടകാലം ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിൽ എന്താ പറയുക, ദേവസ്വം അതുപോലെ തന്നെ ദേവസ്വം സ്ഥാനത്തിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സാറിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെ വികസന പരിപാടികളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഭഗവാൻ കടാക്ഷിക്കട്ടെ. ആയിക്കോട്ടെ. താങ്ക് യു സാർ. ഓക്കെ. നമസ്കാരം. നമ്മുടെ അഞ്ചുമൂർത്തി ക്ഷേത്രം ബലിതർപ്പണത്തിന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ നമ്മളെ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത? ഈ ക്ഷേത്രം ശ്രീ അഞ്ചുമൂർത്തി ക്ഷേത്രം തിരുമറ്റക്കോട് ഭാരതപ്പുഴ കിഴക്കുനിന്ന് ഒഴുകി വന്ന് ഇവിടെ തട്ടി വടക്കോട്ട് ഒഴുകുന്നു എന്നാണ് ഇവിടെയാണ് പഞ്ചപാണ്ഡവർ വന്ന് ഇവിടെ വന്നിട്ട് ബലിതർപ്പണം, പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്തുള്ള സ്ഥലമാണ്. അത് കാരണം ഇവിടെ വളരെയധികം ബലിതർപ്പണത്തിൽ പ്രസിദ്ധി ആർജിച്ച സ്ഥലമാണ്. ഇവിടെ വന്നിട്ട് ഈ തിട്ടിൽ തട്ടിയിട്ടാണ് വടക്കോട്ട് ഗംഗയായി ഒഴുകുന്നു എന്നുള്ള സങ്കല്പമാണ് ഉള്ളത്. അത് കാരണം നടയ്ക്ക് നേരെ മുന്നേ ചക്രതീർത്ഥം പറഞ്ഞുള്ളൊരു തീർത്ഥമുണ്ട്. അത് ഗംഗാജലത്തിന് സമാനമായുള്ള തീർത്ഥമാണ്. അത് കാരണമാണ് തിരുമറ്റക്കോട് അമ്പലം മറ്റുള്ള എല്ലാ ദിക്കിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഗയാശാർദം ചെയ്ത പോലെ തന്നെയുള്ള ഫലം കിട്ടുന്ന സ്ഥലമാണ്. ഈ സ്ഥലപ്രാധാന്യം വളരെ കൂടുതലാണ്. അതുമാത്രമല്ല 6 ഘട്ടങ്ങളിൽ സ്നാനഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്നാനഘട്ടമാണ് ഭാരതപ്പുഴയിലെ 6 ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട സ്നാനഘട്ടമാണ് തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം. അത് കാരണം ഇപ്രാവശ്യം 4000-ൽ പരം ആളുകൾ ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു, ബലിതർപ്പണം നടത്തിക്കഴിഞ്ഞു. ഇനി കുറേ പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. ബലിതർപ്പണം നല്ല രീതിയിൽ ക്രമീകരിച്ച് ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത്, ഹെൽത്ത് എല്ലാവരും തന്നെ സഹകരണത്തോടു കൂടി വളരെ വൃത്തിയായി കൃത്യമായി ചിട്ടയായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തർപ്പണം കഴിഞ്ഞവർക്ക് പ്രഭാത ഭക്ഷണത്തിനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ സാധാരണ തിരുവനന്തപുരം അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പിൽഗ്രിം ചെയ്യുന്ന ആളുകൾ വളരെയധികം വരുന്ന ഒരു ക്ഷേത്രമാണല്ലോ. അവർക്ക് വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? ബലിതർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ദിവസവും ഇവിടെ 500-ൽ പരം ആളുകൾ ഇവിടെ വരാറുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഇവിടെ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പ്രദേശത്തു നിന്ന് ഇവിടേക്ക് എത്തപ്പെടാറുണ്ട്. അതിന് ഒക്കെ പുറമെ 108 ദിവ്യസ്ഥാനങ്ങളിൽ, വൈഷ്ണവ ദിവ്യസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ്. 69ാമത്തെ തിരുപ്പതിയായിട്ടാണ്
വൈഷ്ണവർ ഈ ക്ഷേത്രത്തെ കണ്ടുവരുന്നതാണ്. അതേപോലെ തന്നെ 108 ശിവാലയങ്ങളിൽപ്പെട്ട ശിവക്ഷേത്രത്തിൽപ്പെട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോൾ 108 ശിവക്ഷേത്രത്തിലും 108 വൈഷ്ണവ ക്ഷേത്രത്തിലും പെട്ട ഏക ക്ഷേത്രം തിരുമറ്റക്കോട് ശ്രീ അഞ്ചുമൂർത്തി ക്ഷേത്രമാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ്. തീർച്ചയായിട്ടും ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കണം അല്ലെ? ഭക്തജനങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഭക്തജനങ്ങളെ സഹായ സഹകരണത്തോട് കൂടിയിട്ട് ഇവിടെ പുരോഗമന പ്രവർത്തനങ്ങൾ ഒട്ടനവധി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ഡിസംബർ ജനുവരി ആയിട്ട് ഇവിടെ ഈ നവീകരണ കലശം നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 2 ക്ഷേത്രം ഒരേ പ്രാധാന്യമുള്ള ക്ഷേത്രമാകയാൽ 2 ക്ഷേത്രത്തിൽ ഒരേപോലെ തന്നെ നവീകരണ കലശം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ ക്ഷേത്രം പുരാവസ്തു ആണ്, ഇതിൻ്റെ കസ്റ്റഡിയിലുള്ള ക്ഷേത്രമാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ ഞങ്ങളുമായി സഹകരിച്ചിട്ട് കൂട്ടായിട്ടൊരു പ്രവർത്തനത്തിലൂടെ ഇവിടെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ വികസന കാര്യങ്ങളിൽ വളരെ സജീവമായിരുന്ന മാനേജറാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം ഇവിടുന്ന് റിട്ടയർമെൻ്റ് ആയിട്ട് പോയത്. സാറിൻ്റെ 2 വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ മുൻ മാനേജർ പ്രസന്നകുമാർ സാറ് 2 വാക്ക് സംസാരിക്കും. ഈ തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഞാൻ മെയ് 31-ാം തീയതി ഈ ക്ഷേത്രത്തിൽ നിന്നും റിട്ടയറായി. മലബാർ ദേവസ്വം ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിച്ചിരുന്ന ഞാൻ റിട്ടയറായി. ഇപ്പോൾ പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ജി അനിൽ എന്നവർക്ക് സ്ഥാനം കൈമാറിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് പ്രവർത്തികൾ ഈ ക്ഷേത്രത്തിൽ നടത്താനുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്യാൻ, പിന്നെ ഒരു കല്യാണ മണ്ഡപം, ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ, പ്രദക്ഷിണ വഴി കല്ലുവിരിക്കൽ, ഇങ്ങനെ ഒരുപാട്, പിന്നെ ചുറ്റമ്പലത്തിൻ്റെ വർക്കുകൾ പുരാവസ്തു വകുപ്പിൻ്റെ പെർമിഷനോടുകൂടി നടത്താനും ഒരുപാട് വർക്കുകൾ ഇനിയും നടത്താനുണ്ട്. തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന് ഒരു ചാരിതാർത്ഥ്യം. തുടക്കം മാത്രമല്ല, വലിയൊരു ശതമാനം കാര്യങ്ങൾ സാറ് ചെയ്തു. സാറ് വന്നതിന് ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നു. തീർച്ചയായിട്ടും പുതിയ മാനേജർ അതിനൊക്കെ മനസ്സുള്ള ഒരാളാണെന്ന് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ മനസ്സിലായി. നമ്മളെ ക്ഷേത്രം അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനും കൂടിയും കടാക്ഷിക്കട്ടെ. പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ MBA അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, VLSI, ചിപ്പ് മാനുഫാക്ചറിംഗ്, അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ, കമ്പ്യൂട്ടർ ലാബുകൾ, ഹൈടെക് ക്ലാസുകൾ, അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ്. ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, വാവന്നൂർ, പട്ടാമ്പി, പാലക്കാട്.